ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AD ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വനിതാ ശിശു വികസന വകുപ്പിൽ കെയർ ടേക്കർ എന്ന പോസ്റ്റിലേക്കായിട്ടുള്ള അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട്. നമുക്കിനി ഡീറ്റെയിൽ വീഡിയോയിലെത്താം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് 129/2025 ആൻഡ് 130/2025. ഒന്നാം NCA വിജ്ഞാപനമാണ് പറഞ്ഞിട്ടുള്ളത്. കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിലെ ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിശ്വകർമ്മ സംവരണ വിഭാഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനായിട്ട് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വകുപ്പ് പറഞ്ഞിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പ്. ഉദ്യോഗ പേര് കെയർ ടേക്കറാണ്. പുരുഷന്മാരാണ് ഈ പോസ്റ്റിലേക്ക് നോക്കുന്നത്. ശമ്പളം 27,900 മുതൽ 3,700 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ 1, വിശ്വകർമ്മ 1 എന്നാണ് സ്പ്ലിറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1966 1/1/2007 ഇടയിൽ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള 2 ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 ആണ്, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചൈൽഡ് കെയർ സ്ഥാപനത്തിൽ 1 വർഷത്തെ ജോലിയായിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യണം. അതേപോലെ തന്നെ സാക്ഷ്യപത്രവും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യേണ്ടി വരാം. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയറും കാര്യങ്ങളും പറയുന്നുണ്ട്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അതുപ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫൈനലി ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് കൂടി എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 16/7/2025 ആണ്. ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് ടൈം പറഞ്ഞിട്ടുള്ളത്. ഇനി ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നത് www.keralapsc.government.in ആണ്. അപ്പോൾ യോഗ്യതയുള്ള ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.